നമസ്കാരം. പാലക്കാട് ഒരു പ്രായമായ സ്ത്രീ നടു റോഡിൽ നിസ്കരിച്ച സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അത് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർക്കായിട്ട്, കാരണം അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടാകുമെന്ന് കരുതുവാൻ കാരണം മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വളരെ പ്രാധാന്യം നൽകി ഈ വിഷയം പ്രസിദ്ധീകരിച്ചോ അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്തോ കണ്ടില്ല. അതുകൊണ്ട് അത് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ അറിവിലേക്കായി ആ സംഭവം എന്താണെന്നൊന്ന് ചുരുക്കി പറയാം. പാലക്കാട് തിരക്കേറിയ ജംഗ്ഷനിൽ ഒരു കവലയിൽ അനീസുമ്മ എന്നുള്ള വൃദ്ധയായൊരു മുസ്ലിം സ്ത്രീ, അവർ കോയമ്പത്തൂർ സ്വദേശിനിയാണ്, കൊല്ലങ്കോടേക്ക് കല്യാണം കഴിച്ച് അവരെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. തിരക്കേറിയ ജംഗ്ഷനിൽ ഒരു കവലയിൽ, നാൽക്കവല എന്ന് തന്നെ പറയാവുന്ന ഒരു ജംഗ്ഷനിൽ നട്ടുച്ചയോടുകൂടി നടു റോഡിൽ തുണി വിരിച്ച് നീളത്തിലുള്ള വെള്ളക്കുപ്പായമൊക്കെ ഇട്ട് ഇസ്ലാമിക പ്രാർത്ഥനാമുറയായ നിസ്കാരം അങ്ങ് ചെയ്യുവാൻ തുടങ്ങി. നടു റോഡിൽ തന്നെ നിസ്കരിക്കുവാൻ തുടങ്ങി. അപ്പോൾ സാധാരണഗതിയിൽ വ്യക്തിപരമായൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ നടു റോഡിൽ നിസ്കരിക്കുന്ന പല സംഭവങ്ങളും നാം മുൻപും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളോടൊക്കെയുള്ള എൻ്റെ മനോഭാവം, വ്യക്തിപരമായ മനോഭാവം, യു പിയിലൊക്കെ നിയമപരമായി അവരെ കൈകാര്യം ചെയ്ത് ജയിലുകളിൽ അടയ്ക്കുന്ന രീതി തന്നെയാണ് ഇവർക്കൊക്കെ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ അനീസുമ്മയുടെ കാര്യത്തിൽ അതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായത്തിൽ ഞാൻ ഒരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ്. കാരണം നിസ്കരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടല്ല അനീസുമ്മ അത്തരത്തിലൊരു കൃത്യത്തിന് മുതിർന്നത്. നടു റോഡിൽ തുണി വിരിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഇസ്ലാമിക പ്രാർത്ഥനാമുറ അനുഷ്ഠിക്കുവാൻ അനീസുമ്മ മുതിർന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടില്ല, മറിച്ച് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്തിനാണ് അനീസുമ്മ പ്രതിഷേധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലളിതമായി പറഞ്ഞാൽ അനീസുമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ള 8 സെൻറ്റ് ഭൂമി ആ ഭർത്താവിൻ്റെ സഹോദരന്മാർ അനീസുമ്മയ്ക്ക് നൽകാതെ കയ്യേറി എന്നുള്ളതാണ് അനീസുമ്മയുടെ പരാതി. ഈ പരാതി സംബന്ധിച്ച് അനീസുമ്മയ്ക്ക് ജീവിക്കുവാൻ വേറെ മാർഗമൊന്നുമില്ല. ജീവിതമാർഗങ്ങൾ യാതൊന്നും തന്നെ അനീസുമ്മയുടെ മുൻപിലില്ല എന്നുള്ളതാണ് അറിയുവാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് ഇവർ ഈ സ്ഥലം കയ്യേറി, മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരന്മാർ തന്നെ ഒഴിവാക്കി അല്ലെങ്കിൽ തന്നെ പുറത്താക്കി ഈ സ്ഥലം കയ്യേറി എന്നുള്ള പരാതി അനീസുമ്മ വില്ലേജിലും പഞ്ചായത്തിലും രാഷ്ട്രീയക്കാരോടുമൊക്കെ ഏറെക്കാലമായി ഈ പരാതി നടന്നു പറഞ്ഞു നോക്കി. യാതൊരു ഫലവും ഉണ്ടായില്ല. അതേ തുടർന്നാണ് തൻ്റെ ദുഃഖത്തിലേക്ക്, തൻ്റെ ജീവിത ദുഃഖത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുവാൻ, നിയമത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുവാൻ, കേരളത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുവാൻ ഇത്തരത്തിലുള്ള ഒരു നിസ്കാര പ്രതിഷേധത്തിന് അനീസുമ്മ മുതിർന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനീസുമ്മയുടെ കാര്യത്തിൽ നടു റോഡിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നിസ്കരിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാനൊരു ചെറിയ മാറ്റം വരുത്തുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തി പോലീസുകാരൊക്കെ വന്ന് അനീസുമ്മയെ അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല. അവരെ കൂട്ടിക്കൊണ്ടുപോയി, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളോടെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനമായി നമുക്കറിയുവാൻ കഴിയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. എല്ലാ സാധ്യതകളും വിരൽ ചൂണ്ടുന്നത് അനീസുമ്മയുടെ വിവാഹം, അത് അവരുടെ മരിച്ചുപോയ ഭർത്താവുമായി നടന്നിട്ടുണ്ടാവുക ഇസ്ലാമിക മതത്തിൻ്റെ നിയമപ്രകാരം തന്നെയാവാം. അങ്ങനെയാണെങ്കിൽ നിയമപരമായി അനീസുമ്മയ്ക്ക് ഇക്കാര്യത്തിൽ യാതൊരു സഹായവും ലഭിക്കുവാൻ പോകുന്നില്ല. എന്തുകൊണ്ട് ലഭിക്കുവാൻ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക നിയമപ്രകാരം അനീസുമ്മയ്ക്ക് ആൺമക്കളില്ല. ഭർത്താവിൽ നിന്ന് അവർക്കുണ്ടായത് പെൺമക്കളാണെങ്കിൽ ഭർത്താവിൻ്റെ മരണശേഷം ഭർത്താവിൻ്റെ സ്വത്തിൽ അനീസുമ്മയെക്കാളും അവരുടെ പെൺമക്കളെക്കാളും അവകാശം ഭർത്താവിൻ്റെ സഹോദരന്മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് അവർക്കാണ് അതിൻ്റെ അകത്തുള്ള പ്രമുഖ അവകാശം. ഇസ്ലാമിക മതത്തിൻ്റെ നിയമപ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്. ഇസ്ലാമിക മതത്തിൻ്റെ നിയമം ഇക്കാര്യത്തിൽ, അനീസുമ്മയുടെ കാര്യത്തിൽ അവരുടെ നിക്കാഹ് അല്ലെങ്കിൽ വിവാഹം ഇസ്ലാമിക മതത്തിൻ്റെ നിയമപ്രകാരമാണ് നടന്നിട്ടുള്ളതെങ്കിൽ ഭാരതത്തിൽ പ്രാവർത്തികമാണ്, പ്രാബല്യത്തിലുണ്ട്. കാരണം ഇസ്ലാമിക വ്യക്തിഗത നിയമങ്ങൾ എന്നൊരു വിഭാഗം തന്നെ ഭാരതത്തിൻ്റെ ഭരണഘടനയിലുണ്ട്. ദൗർഭാഗ്യവശാൽ എന്ന് തന്നെ പറയേണ്ടി വരും. അനീസുമ്മയെ പോലുള്ളവരുടെ ദൗർഭാഗ്യമാണത്. ഈ നിയമത്തിൻ്റെ ഒരു പ്രാബല്യം നിലനിൽക്കുന്നിടത്തോളം കാലം അനീസുമ്മയ്ക്ക് അവരുടെ നിക്കാഹ് ഇസ്ലാമിക നിയമപ്രകാരമാണ് നടന്നിട്ടുള്ളതെങ്കിൽ യാതൊരുവിധ നിയമസഹായവും ലഭിക്കുവാൻ പോകുന്നില്ല. ആ സ്വത്ത് അവർക്ക് പോയത് തന്നെ.
എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അനീസുമ്മയുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻകാല പ്രാബല്യത്തോടുകൂടി ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നിലവിൽ വന്നാൽ അനീസുമ്മയ്ക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം ലഭിച്ചേക്കാം. അല്ലെങ്കിൽ അനീസുമ്മയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. അനീസുമ്മ ദാരിദ്ര്യത്തിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകുവാനാണ് സാധ്യത. അല്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ സഹോദരന്മാർക്ക് ദയവ് തോന്നി എന്തെങ്കിലും ഈ പിച്ചക്കാശ് അവർക്ക് ഇട്ടുകൊടുക്കണം എന്നുള്ളതാണ് അവസ്ഥ. ഇനി അനീസുമ്മയെ പോലുള്ളൊരവസ്ഥ മുസ്ലിം സമുദായത്തിലെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഉണ്ടാവാതിരിക്കുവാൻ ഇനിയുള്ള കാലത്തെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ തൽക്കാലം അതായത് ഏകീകൃത സിവിൽ കോഡ് വരുന്നത് വരെ എങ്കിലും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഇനിയും അവരുടെ മുന്നിൽ ഒരു സാധ്യത തെളിഞ്ഞു കിടപ്പുണ്ട്. ഭർത്താവിനെയും കൊണ്ട് ഒരു നിയമപരമായി സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം രജിസ്ട്രാർ ഓഫീസിൽ വീണ്ടും ഒരു പുനർവിവാഹം നടത്തുക. ഇസ്ലാമിക വിധി പ്രകാരമായിരിക്കാം നിങ്ങളുടെ വിവാഹം നടന്നത്, പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും നിങ്ങളുടെ വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിവാഹം ഏത് നിയമപ്രകാരമാണ് നടന്നിട്ടുള്ളതെങ്കിലും ഭാരതത്തിലെ പൗരന്മാരാണ് നിങ്ങളെങ്കിൽ സ്പെഷ്യൽ മാരേജസ് ആക്ടിനായിരിക്കും സാധുത. എപ്പോൾ നിങ്ങൾ ആ വിവാഹം നടത്തുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലും അതിനായിരിക്കും നിയമസാധുത. അതേ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരിക ഭാരതത്തിൻ്റെ ഭരണഘടന മറ്റ് മതവിഭാഗങ്ങൾക്ക് എന്ത് നിയമമാണോ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത് അത് തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണശേഷം നിങ്ങൾ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തുകളിൽ പ്രമുഖമായ അവകാശം ഭാര്യയായ നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഇസ്ലാമിക നിയമപ്രകാരമാണ് നിങ്ങൾ വിവാഹം ചെയ്തിട്ടുള്ളതെങ്കിൽ സ്പെഷ്യൽ മാരേജസ് ആക്ട് എന്നുള്ളൊരു വകുപ്പ് പ്രകാരം നിങ്ങളുടെ വിവാഹം നിങ്ങൾ പുനർവിവാഹം ചെയ്യുക എന്ന് തന്നെ പറയാം. അതിന് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അനീസുമ്മയുടെ ഗതിയായിരിക്കും നിങ്ങൾക്ക്. പാവം അനീസുമ്മയെ പോലുള്ളവർക്ക് ഏകീകൃത സിവിൽ കോഡെന്നോ സ്പെഷ്യൽ മാരേജസ് ആക്ട് എന്നോ ഇതൊന്നും അവർ കേട്ടുകേൾവി പോലും ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കില്ല. അവർക്കത് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. അവരെ കണ്ടാലറിയാം വളരെ സാധുവായൊരു സ്ത്രീയാണ്. ചിത്രങ്ങളിൽ മാത്രമേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. ഒരു സാധുവായ സ്ത്രീയാണ്. വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരത് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല അവർക്കൊന്നും. പക്ഷേ ഇന്നത്തെ തലമുറ എങ്കിലും അത് ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ നിങ്ങളുടെ വിവാഹം ഇസ്ലാമിക വിധി പ്രകാരം നടന്നോട്ടെ. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളോടാണ്, പെൺകുട്ടികളോടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ വിവാഹം ഇസ്ലാമിക വിധി പ്രകാരം നടന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് രജിസ്ട്രാർ ഓഫീസിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം. പിന്നെ ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക വിധി പ്രകാരം നടന്ന നിയമത്തിനല്ല നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനവും സാധുതയും, സ്പെഷ്യൽ മാരേജസ് ആക്ടിനാണ്. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ഒരു പരിരക്ഷ, പൂർണ്ണമായൊരു പരിരക്ഷ സ്ത്രീ എന്നുള്ള നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളുടെ മുന്നിൽ അനീസുമ്മമാർ ഇനിയും ഉണ്ടാവാതിരിക്കുവാനുള്ള ഏക പരിഹാരം. ഏറ്റവും ചുരുങ്ങിയത് ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്നത് വരെയെങ്കിലും. ഇനി ഈ സ്പെഷ്യൽ മാരേജസ് ആക്ട് സംബന്ധിച്ച് ചില രസകരമായ നിരീക്ഷണങ്ങളും സംഭവങ്ങളും കൂടി പങ്കുവച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഷുക്കൂർ വക്കീൽ എന്ന് വിളിക്കുന്ന സി ഷുക്കൂർ അഭിഭാഷകനാണ്, സിനിമാ നടനാണ്. എന്നാൽ താൻ കേസുകോട് തുടങ്ങിയ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് പരിചയമുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള വിവാഹം ഒരു പുനർവിവാഹമാക്കി മാറ്റി ഈ സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. ഈ അടുത്തിടെ നമ്മുടെ കോവിഡൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. കോവിഡൊക്കെ കഴിഞ്ഞത് ഉടനെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യമായി തീയതി ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് അതിൻ്റെ കാരണവും അദ്ദേഹം പറഞ്ഞു. പെൺമക്കൾക്കും ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ പൂർണ്ണമായ അവകാശം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇനി നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്തരമൊരു നടപടി എടുത്തതായിട്ടുള്ള കിംവദന്തികളുണ്ട്. ഇതിൽ ലഭ്യമായ തെളിവുകളൊന്നും ലഭ്യമല്ല, കിംവദന്തികൾ മാത്രമാണ്. അദ്ദേഹത്തിനും 2-3 പെൺമക്കൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭീമമായ സമ്പത്ത്
അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പെൺമക്കൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും കൊച്ചുമക്കൾക്കും ഒക്കെയായി ലഭിക്കുവാൻ വേണ്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി അദ്ദേഹവും ഇത്തരത്തിലൊരു പുനർവിവാഹം സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം സ്വന്തം പത്നിയുമായി നടത്തിയിട്ടുണ്ട് എന്നുള്ള കിംവദന്തികളും നിലവിലുണ്ട്. രസകരമായ വസ്തുത ഇതൊന്നുമല്ല. ഷുക്കൂർ വക്കീലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വ്യവസായിയുടെ കാര്യത്തിലാണെങ്കിലും, ഷുക്കൂർ വക്കീലിൻ്റെ കാര്യത്തിൽ സത്യമാണ്, അദ്ദേഹം സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെ പത്നിയുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ വ്യവസായിയുടെ കാര്യത്തിൽ കിംവദന്തിയാണ്. തൽക്കാലത്തേക്ക് അത്തരത്തിലൊരു നടപടി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോൾ തന്നെ ഇരുവരോടും സ്വകാര്യമായോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളോ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് കൊണ്ടുവരണമോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഇവരിരുവരും കണ്ണടച്ച് പറയും വേണ്ട, അത് മുസ്ലിം സമുദായത്തിനെതിരാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങൾ, ഏറ്റവും അവസാനത്തെ ഉദാഹരണം മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസാക്കിയപ്പോൾ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നപ്പോൾ പലരും എതിർത്തിരുന്നു. പക്ഷേ പിന്നീടാണ് സ്ത്രീകൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലായത്, മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക്. കാരണം ഒരു ശ്വാസത്തിൽ തലാഖ് 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 എന്നങ്ങ് ഉച്ചരിച്ച് ഒരു പുരുഷനും അവരുടെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കുവാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ട് എന്ന് തന്നെ പല മുസ്ലിം സ്ത്രീകളും തിരിച്ചറിഞ്ഞത് ഈ മുത്തലാഖ് നിയമം നിലവിൽ വന്നതിന് ശേഷമാണ്. പല സ്ത്രീകളുടെയും ജീവിതം അത് കാരണം നിയമസംരക്ഷണയാൽ മെച്ചമായ മാർഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മെച്ചമായ രീതികളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ നാം വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പരമാവധി, പണ്ടത്തെ പത്രത്താളുകളുടെ കാര്യം പറഞ്ഞാൽ പിൻ പേജുകളിലേക്ക് തള്ളുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാം അറിഞ്ഞിട്ടുള്ളതാണ്. കാരണം നിയമം ഏതൊക്കെ തരത്തിൽ അവർക്ക് സംരക്ഷണം നൽകുന്നു എന്നുള്ളത്. അതുപോലൊരു സംരക്ഷണമാണ് ഈ സ്പെഷ്യൽ മാരേജസ് ആക്റ്റും. ശാശ്വതമായ പരിഹാരം, അനീസുമ്മമാരുണ്ടാകാതിരിക്കുവാനുള്ള ശാശ്വതമായ പരിഹാരം ഏകീകൃത സിവിൽ കോഡും മാത്രമാണ്. അങ്ങനെയിരിക്കെ ഈ സ്പെഷ്യൽ മാരേജസ് ആക്ടിൻ്റെ സംരക്ഷണവും സുരക്ഷയും സ്വന്തം കുടുംബത്തിനും തനിക്കും തൻ്റെ കുടുംബത്തിനും ഉറപ്പാക്കിയ ഷുക്കൂർ വക്കീലാകട്ടെ, കിംവദന്തികൾ പ്രകാരം ഈ വ്യവസായ പ്രമുഖനാവട്ടെ, ഇവരൊക്കെ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളതിൽ. കാരണം ഈ ഇസ്ലാമിക മുസ്ലിം വ്യക്തിഗത നിയമമുണ്ടല്ലോ, ഇസ്ലാം മതത്തിന് മാത്രമായിട്ടുള്ള വ്യക്തിഗത നിയമങ്ങൾ, ഭരണഘടനാ സാധുതയുള്ള ആ നിയമങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സമ്പത്തുള്ളവരും ഉപരിവർത്തിയായിട്ട് ആ സമുദായത്തിൽ ജീവിച്ചിരിക്കുന്നവരും ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ രക്ഷാമാർഗങ്ങളിലൂടെ സ്വന്തം ഭാവി അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കിയതിനു ശേഷം ഈ മതനിയമങ്ങൾ പ്രകാരം ഒരു സമുദായത്തെ ഒട്ടാകെ അല്ലെങ്കിൽ ആ സമുദായത്തിലെ ഭൂരിപക്ഷം പാവങ്ങളെ, അനീസുമ്മയെ പോലുള്ള പാവങ്ങളെ മതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ എല്ലാ കാലവും നിർത്തുന്നതാണ് തങ്ങൾക്കും തങ്ങളുടെ മതത്തിനും തങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും സംരക്ഷണങ്ങളും നൽകുന്ന രാഷ്ട്രീയക്കാരോട് അനീസുമ്മമാരെ പോലുള്ള ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ കാണിച്ച് വിലപേശി തങ്ങളുടെ കാര്യങ്ങളും നടത്തിത്തരുന്ന മതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും വളർച്ചയ്ക്കും നിലനിൽപ്പിനും യോജിച്ചത് എന്നവർക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ട്. അതായത് മുസ്ലിം വ്യക്തിഗത നിയമങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളൊരു സംവിധാനം വന്ന് അതിനെ പൂർണ്ണമായും തുടച്ച് നീക്കാത്തിടത്തോളം കാലം മതത്തിൻ്റെ ആധിപത്യം, അതും അനീസുമ്മമാരെ പോലുള്ള പാവങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ആധിപത്യമാണെങ്കിൽ പോലും ആ ഒരു നിയന്ത്രണ സ്വഭാവം, മതത്തിൻ്റെ നിയന്ത്രണ സ്വഭാവം നിലനിർത്താൻ ഈ നിയമങ്ങൾ നിലനിന്ന് പോകേണ്ടത് ആവശ്യമാണെന്ന് ഒരു വക്കീലായ ഷുക്കൂർ വക്കീലിനും അറിയാം, ഈ വ്യവസായ പ്രമുഖനും അറിയാം എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം ഇവരെന്തിനാണ് അവരുടെ ഭാവിയും അവരുടെ കുടുംബത്തിൻ്റെ ഭാവിയും ഒക്കെ സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം സുരക്ഷിതമാക്കിയതിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് പോലുള്ള ഒരു ശാശ്വത രക്ഷാമാർഗത്തെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ അതിനുത്തരം. മറ്റൊരു ഉത്തരമില്ല. അവർക്ക് നൽകുവാൻ സാധിക്കുമോ എന്നും എനിക്കറിയില്ല. വ്യക്തിപരമായൊരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്, നിങ്ങളും ചിന്തിച്ചു നോക്കുക. അനീസുമ്മമാർ ഉണ്ടാവാതിരിക്കട്ടെ, പാലക്കാട് അനീസുമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.